ആലപ്പുഴയിലെ സുഭദ്ര കൊലക്കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്ന മാത്യൂസും ശർമിളയും വേളാങ്കണ്ണിയിൽ എത്തിയെന്ന് സൂചന. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അനഘ ഹർഷൻ വിവരങ്ങൾ നൽകും. അനഘ, എന്താണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്? ഈ സുഭദ്രയെ കാണാനില്ല എന്ന പരാതി വന്ന ഘട്ടം മുതൽ ഉടുപ്പിയിലേക്ക് അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിരുന്നു. ഇപ്പോൾ വേളാങ്കണ്ണിയിൽ എത്തിയിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുമ്പോൾ അത് എന്നെത്തി? ഈ കൊലയ്ക്ക് ശേഷം തൊട്ടു പിന്നാലെ എത്തി എന്നുള്ളതാണോ, അതോ ഇപ്പോൾ ഈ സമയത്ത് ആ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നുള്ള സൂചനകളാണോ പോലീസ് നൽകുന്നത്? അതായത് സ്മൃതി, ഈ കൊല നടന്നിരിക്കുന്നത് 7-ാം തീയതിയോ ആഗസ്റ്റ് 7-നോ 8-നോ എന്നാണ് ഈ പ്രാഥമികമായി പോലീസ് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസം മുതൽ തന്നെ ഈ കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള മാത്യൂസും ശർമിളയും ഈ സ്ഥലത്ത് നിന്ന്, ഈ കലവൂരിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഈ പ്രതിയിലെ ശർമിളയുടെ വീട് കർണാടകയിലാണ്. കർണാടകയിലേക്ക് ഇവർ കടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലായിരുന്നു ആദ്യം പോലീസ്. അങ്ങനെ ആ ഇടയ്ക്കാണ് പോലീസിന് ഈ പ്രതികൾ ഉടുപ്പിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടുപ്പിയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് പ്രതികൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു. എന്നാൽ അവിടെ പ്രതികൾ സ്വർണം പണയം വെച്ച പല രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കേസിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നത് പ്രതികൾ വേളാങ്കണ്ണിയിൽ ഉണ്ട് എന്നൊരു സൂചനയാണ്. ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിലവിൽ പോലീസിന് ഈ പ്രതികളിലേക്ക് എത്താനോ പ്രതികളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ കേസിൽ കൃത്യമായി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ സുഭദ്രയെ കാണാനില്ല എന്ന് പരാതി ലഭിച്ചപ്പോൾ ഈ മാത്യൂസും ശർമിളയും ഈ കലവൂരിൽ ഉണ്ടായിരുന്നു. അവരെ കണ്ടവരുണ്ട്. കൃത്യമായൊരു ഇടപെടൽ നടത്തി പോലീസ് അവരെ ആ സമയത്ത് തന്നെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യുക അടക്കം നടന്നിരുന്നെങ്കിൽ പ്രതികൾക്ക് ഈ രീതിയിൽ ഒരു മറ്റ് സ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഈ സുഭദ്രയെ കാണാതാകുന്നത് ആഗസ്റ്റ് 7-നാണ്. ഇത് കഴിഞ്ഞ സുഭദ്രയുടെ മൃതശരീരം പുറത്തെടുക്കുന്നത് ഈ 2 ദിവസത്തിന് ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പ് ഈ പ്രതികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ളൊരു സൗകര്യവും ഒരുങ്ങിയിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ അനുമാനം ഇവർ കേരളത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് പോലീസ് അന്വേഷണം കൂടുതലായി വ്യാപിപ്പിച്ചിരിക്കുന്നത്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.